Hello guys, welcome back to Cricket Talks with Kiran. Royal Challengers Bangalore vs Sunrisers Hyderabad. ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് RCBക്ക് ഒരു ടോപ്പ് 2 സ്പോട്ടിനായിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. കാരണം ഇന്നലത്തെ മത്സരം ഗുജറാത്ത് ടൈറ്റൻസ് തോറ്റതോടുകൂടി ആ ഒരു ടോപ്പ് 2 റേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വൈഡ് ഓപ്പൺ ആയി കഴിഞ്ഞു. നമ്മൾ പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 12 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായിട്ട് RCB രണ്ടാം സ്ഥാനത്താണ്. അപ്പോൾ ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ RCBക്ക് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്താം. അത് മാത്രമല്ല ലക്നൗ സൂപ്പർ ജയൻസുമായിട്ടുള്ള മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 2 ഫിനിഷ് എന്ന് പറയുന്നത് RCBക്ക് ഉറപ്പാണ്. അപ്പോൾ ക്വാളിഫയർ 1 കളിക്കാം, ഫൈനലിലേക്ക് ഒരു എക്സ്ട്രാ ചാൻസ് കൂടി RCBക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ RCB അത് തന്നെയായിരിക്കും ഉന്നം വെക്കുക. ഇനി നമ്മൾ പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തെ മത്സരം RCBക്ക് ഒരു ഹോം ഗെയിമാണ്, എന്നാൽ മത്സരം നടക്കുന്നത് ലക്നൌവിലാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നസ്വാമിയിലെ ആ ഒരു റെയിൻ ത്രെറ്റ് തന്നെയാണ്. നമുക്കറിയാം KKR-മായിട്ടുള്ള ആ മത്സരം മഴ മൂലം ഉപേക്ഷിക്കാനുണ്ടായത്. ഇന്നത്തെ മത്സരത്തിനും കനത്ത മഴ ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരം ലക്നൌവിലേക്ക് മാറ്റിയത്. ഇനി RCBയുടെ പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20 ദിവസങ്ങൾക്ക് ശേഷമാണ് RCB വീണ്ടും ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള ഒരു മത്സരം നടന്നത് മെയ് 3-നാണ്. അത് കഴിഞ്ഞിട്ട് LSG ആയിട്ടുള്ള എവേ മത്സരത്തിന് വേണ്ടിയിട്ട് അവർ ലക്നൌവിൽ എത്തിയതാണ്. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് എവേ റെക്കോർഡൊക്കെ നിലനിർത്താനായിട്ടുള്ള ആ മത്സരത്തിന് ഇറങ്ങേണ്ടതായിരുന്നു. എന്നാൽ ആ ദിവസമാണ് IPL സസ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം IPL റെസ്യൂം ചെയ്യാനിരുന്നത് RCB KKR പോരാട്ടത്തോടുകൂടിയാണ്. എന്നാൽ ആ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. ഈ മത്സരത്തിലും കനത്ത റെയിൻ ത്രെറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും ഉറപ്പില്ലായിരുന്നു. അപ്പോഴാണ് BCCI ഈ മത്സരം ലക്നൌവിലേക്ക് മാറ്റുന്നത്. എന്തായാലും ലക്നൌവിൽ റെയിൻ ത്രെറ്റ് ഒന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഇതേവരെ ഓൺ ദ റോഡ് അതായത് എവേ മത്സരങ്ങളിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ടീമാണ് RCB എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള 2 മത്സരങ്ങളും അവർ കളിക്കേണ്ടത് ലക്നൌവിലാണ്. ഒന്നിപ്പോൾ ഇന്ന് സൺറൈസേഴ്സിനെതിരെ, അടുത്തത് ഹോം ടീമായ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ. അപ്പോൾ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും നല്ല വിജയപ്രതീക്ഷയുണ്ട്. അവർ എവേ റെക്കോർഡ് എന്ന് പറയുന്നത് ഫ്ലോലെസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോമിലേക്കാൾ കുറച്ചുകൂടി അവർ കോൺഫിഡൻസ്ഡ് ആയിട്ട് ഉണ്ടാവുക എവേ മത്സരങ്ങളിലാണ്. കാരണം ചിന്നസ്വാമിയിലെ പോലൊരു ടോസ് വലിയ ഫാക്ടർ ആവാൻ സാധ്യതയില്ല. അതുകൊണ്ടൊക്കെ തന്നെ RCB ആത്മവിശ്വാസത്തിലായിരിക്കും. ഇനി നമ്മൾ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിൽ സോൾട്ട് തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ഥാനത്ത് എത്തുക. ഇപ്പോൾ ഫിൽ സോൾട്ടിന് വൈറൽ ഫീവർ കാരണം ജേക്കബ് ബദലാണ് 2 മത്സരങ്ങളിൽ ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നല്ലൊരു ഗ്യാപ്പ് വന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു 20 ദിവസത്തെ ഗ്യാപ്പ് വന്നു ലാസ്റ്റ് മത്സരത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ ഫിൽ സോൾട്ട് ഫുള്ളി റിക്കവേർഡ് ആയിട്ടുണ്ട്. പിന്നെ വിരാട് കോഹ്ലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 4 അർദ്ധ സെഞ്ചുറികൾക്ക് ശേഷമാണ് ഇന്നത്തെ മത്സരത്തിലേക്ക് എത്തുന്നത്. വിരാട് ടെസ്റ്റ് റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തതിനു ശേഷം കളിക്കുന്ന ആദ്യ മത്സരം കൂടിയാണിത്. ഇനി രജത് പട്ടിദാറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിംഗർ ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ലക്നൌവിൽ അന്ന് നടക്കേണ്ടിയിരുന്ന മത്സരം LSG ആയിട്ടുള്ള മത്സരം RCB നയിക്കേണ്ടത് ജിതേഷ് ശർമ്മയായിരുന്നു. കാരണം അന്ന് മത്സരം നടന്നിരുന്നതിൽ എന്തായാലും പട്ടിദാർ കളിക്കുമായിരുന്നില്ല. എന്നാൽ പട്ടിദാർ ഇപ്പോൾ ഫുള്ളി ഫിറ്റ് ആണ്. പട്ടിദാർ തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ RCB നയിക്കുക. പിന്നെ 1 ഡൗൺ സ്ലോട്ടാണ് ഇപ്പോൾ നമ്മളൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേവരെയുള്ള മത്സരങ്ങളിലെല്ലാം നമ്മുടെ RCBക്ക് വേണ്ടി 1 ഡൗൺ ഇറങ്ങിയ ദേവദത്ത് പടിക്കൽ ഇഞ്ചേർഡ് ആയിട്ട് ഈ സീസണിൽ നിന്ന് പുറത്തായി. നിലവിൽ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് മയങ്ക് അഗർവാൾ തന്നെ ആ ഒരു പ്ലേസിലേക്ക് സ്ലോട്ടഡ് ആവാനാണ് ചാൻസ്. ഇപ്പോൾ നെറ്റ്സിലായാലും കൂടുതൽ നേരം നമ്മുടെ മയങ്ക് അഗർവാൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്പർ 3 മയങ്ക് അഗർവാൾ തന്നെ വരാനാണ് ചാൻസ്. ഇനിയിപ്പോൾ ജേക്കബ് ബദലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിന് ശേഷം ജേക്കബ് ബദൽ അവൈലബിൾ ആയിരിക്കില്ല. പകരം ന്യൂസിലൻഡ് താരമായ ടിം സെയ്ഫർട്ടിനെയാണ് റീപ്ലേസ്മെന്റ് പ്ലെയർ ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സെയ്ഫർട്ട് ഒരു എക്സ്പ്ലോസീവ് ബാറ്ററാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്ലേ ഓഫ് സാഹചര്യം നിലനിൽക്കുമ്പോൾ മിക്കവാറും മയങ്ക് അഗർവാളിന് തന്നെ നമ്പർ 3 അവസരം കൊടുക്കാനായിരിക്കും ചാൻസ്. പ്രത്യേകിച്ച് ബദൽ അടുത്ത മത്സരം ഇല്ലാത്തപ്പോൾ ഒരു ഗെയിം ടൈം കൊടുക്കാമല്ലോ മയങ്ക് അഗർവാളിന്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ചാൻസ്. പിന്നെ ലോവർ മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ റൊമാരിയോ ഷെപ്പേർഡ് കിട്ടിയ അവസരം നന്നായിട്ട് തന്നെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ടിം ഡേവിഡ് ആയാലും കിട്ടിയ അവസരങ്ങളെല്ലാം നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. ജിതേഷ് ശർമ്മയിൽ നിന്ന് നമ്മളൊരു പ്രതീക്ഷിക്കുന്ന നോക്ക് കിട്ടിയില്ലെങ്കിൽ കൂടി 1-2 ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ജിതേഷ് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവരുടെ ബാറ്റിംഗ് ഓർഡറിൽ ഫ്ലോട്ടറായിട്ട് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള പ്ലെയർ കൃണാൽ പാണ്ഡ്യയാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എല്ലാവരും റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡറായ കൃണാൽ പാണ്ഡ്യ ഒരു ഫ്ലോട്ടറായിട്ട് ബാറ്റിംഗ് ഓർഡറിൽ സാഹചര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹേസൽവുഡ് ഇല്ല. ഹേസൽവുഡ് ഇപ്പോഴും ബ്രിസ്ബെയിനിൽ തന്നെയാണ്. അപ്പോൾ ബോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു സൺഡേ ഞായറാഴ്ചയോട് കൂടി ടീമുമായിട്ട് ലിങ്ക് ചെയ്യുന്നുള്ള വാർത്തകളൊക്കെ ഒരു റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒന്നും കൺഫേംഡ് അല്ല. അതുകൊണ്ട് ലുങ്കി എൻഗിഡി തന്നെയായിരിക്കും മിക്കവാറും ഈ മത്സരത്തിലും കളിക്കുക. ഓഫ് കോഴ്സ് പ്ലേ ഓഫിൽ കാണില്ലെങ്കിലും ഏകന സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു സ്ലോ ബോളുകളെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു സർഫസ് ആണ്. അതുകൊണ്ട് തന്നെ എൻഗിഡി തന്നെയായിരിക്കും കളിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നുവാൻ തുഷാരയ്ക്ക് കുറച്ച് ഗെയിം ടൈം കിട്ടി കാണണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഭുവി ആയിരിക്കും ഈ ഒരു അറ്റാക്കിന്റെ സ്പിയർ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ ഭുവി തിരിച്ച് ഫോമിലേക്ക് വരുന്നത് നമ്മുടെ RCB കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഭുവി കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 വർഷം താൻ കളിച്ച ഫ്രാഞ്ചൈസിനെതിരെയാണ്. അറിയാലോ 2024 വരെ നമ്മുടെ ഭുവി കളിച്ചത് സൺറൈസേഴ്സിലാണ്. സൺറൈസേഴ്സിൽ കളിക്കുമ്പോഴാണ് ഭുവിയുടെ ഒരു ബെസ്റ്റും IPL ഒരു ബെസ്റ്റ് നമ്മൾ കണ്ടത്. അപ്പോൾ തൻ്റെ ഒരു പഴയ ഫ്രാഞ്ചൈസിനെതിരെയാണ് ഭുവി ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് അറിയാലോ. ഇപ്പോൾ കൃണാൽ ആയാലും സുയാഷ് ശർമ്മ ആയാലും അണ്ടർ റേറ്റഡ് ആണ്. അപ്പോൾ അവരുടേതായ രീതിയിൽ നന്നായിട്ട് തന്നെ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോം വൈസ് RCBക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ രജത് പട്ടിദാറുടെ ഒരു ഫോമിൽ എത്തണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു
രണ്ട് ഹാഫ് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ, അതായത് ആദ്യ മത്സരങ്ങളിലെ പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ രജത് പട്ടിദാറിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് എവേ മത്സരങ്ങളിലാണ് ഈ സീസണിൽ പട്ടിദാറിന് ആവറേജ് ഒക്കെ കൂടുതലാണ്. ഇനി നമ്മൾ സൺറൈസേഴ്സിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരം വളരെ നന്നായിട്ട് തന്നെയാണ് സൺറൈസേഴ്സ് കളിച്ചത്. LSGയെ തോൽപ്പിക്കാൻ അവർക്കായി ഒരു 200+ സ്കോർ നന്നായിട്ട് തന്നെ അവർക്ക് ചേസ് ചെയ്യാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഹെഡും ടീമിലില്ലായിരുന്നു. പകരം അഭിഷേക് ശർമ്മ നല്ലൊരു ഇന്നിങ്സ് ആണ് കാഴ്ചവെച്ചത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് രവി ബിഷ്ണോയി ആ ഒരു ഓവറിൽ അറ്റാക്ക് ചെയ്ത് തന്നെ കളിയുടെ ആ ഒരു മൊമെന്റം തന്നെ മാറ്റി. അപ്പോൾ ആ ഒരു ഹൈ സ്കോർ ചേസ് ചെയ്തു. അത് മാത്രമല്ല ഈ സെയിം സ്റ്റേഡിയത്തിൽ തന്നെയാണ് അവർ ഈ ഒരു ഹൈ സ്കോർ ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് കൂട്ടും. അത് മാത്രമല്ല ഇനി അവർക്ക് ഒരു പ്രൈഡിന് വേണ്ടി കളിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് IPL ആ ഒരു ഹൈയിൽ ക്ലോസ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും സൺറൈസേഴ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീട് കോവിഡ് പോസിറ്റീവായ ഹെഡ് ഇന്ന് കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. റിക്കവർ ചെയ്തു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെഡ് തിരിച്ച് ആ ഒരു ഓപ്പണിംഗ് പൊസിഷനിലേക്ക് എത്തും. പിന്നീട് അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഫോമിലായിരുന്നു. പിന്നെ ഇഷാൻ കിഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെഞ്ചുറിക്ക് ശേഷം കാര്യമായിട്ടൊന്നും കളിക്കാൻ സാധിച്ചില്ല. എന്നാലും കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഡീസന്റ് ഒരു ചെറിയ ഇന്നിങ്സ്, ഒരു 30+ സ്കോർ ചെയ്യാൻ നമ്മുടെ ഇഷാൻ കിഷനായി. അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ കമിന്ദു മെൻഡിസ് ആയാലും ഹെൻറിച്ച് ക്ലാസൻ ആയാലും കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ഒരു നല്ലൊരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇഷാൻ മലിംഗയാണ്. അപ്പോൾ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ എങ്കിലും ഇവരുടെ വിക്കറ്റ് ടേക്കിംഗ് ലിസ്റ്റിൽ 3ാമതാണ് നമ്മുടെ ഇഷാൻ മലിംഗ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അവരുടെ ആ ഒരു ബോളിംഗിലെ ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഇവരുടെ സൈഡിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ പേടിച്ചിരുന്ന ഒരു ബാറ്റിംഗ് ഓർഡർ, പ്രത്യേകിച്ച് ആ ഒരു ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് പെയറിനെ ഭയത്തോടെയാണ് നോക്കേണ്ടത്. എന്നാൽ ഈ സീസണിൽ ആ ഒരു ഭയം ഇവോക്ക് ചെയ്യാനായിട്ട് ഇവരുടെ ഓപ്പണിംഗ് പെയറിന് മാത്രമല്ല ആ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല. ചില മത്സരങ്ങളിലൊക്കെ ആ ഒരു അറ്റാക്കിംഗ് ഇൻസ്റ്റിങ്ക്റ്റോടെ ആ ഒരു കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഇതിൽ കളിച്ചെങ്കിലും കൂടുതൽ മത്സരങ്ങളിലും ഇവരുടെ ആ ഒരു ബാറ്റിംഗ് ഓർഡർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു പോയിന്റ് ടേബിളിൽ ഒരു അവസാന സ്ഥാനങ്ങളിലൊന്നിലേക്ക് പോയത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇപ്പോൾ അവർക്ക് ആ ഒരു ബാഗേജസ് ഒന്നും ഇല്ലല്ലോ. അതായത് ഇനി എന്ത് തന്നെ വന്നാലും അവരെ അത് ബാധിക്കാനിടയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ മൈൻഡോടെ ആയിരിക്കും, ആ ഒരു ഫുൾ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോടെ ആയിരിക്കും നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സരം നടക്കുന്നത് ലക്നൌവിലെ ഏകനാഥ് സ്റ്റേഡിയത്തിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ 200+ സ്കോറുകൾ വന്നെങ്കിലും ഹിസ്റ്റോറിക്കലി ഇതൊരു സ്ലോ പേസ്ഡ് ഗ്രൗണ്ടാണ്. അതായത് സ്പിന്നേഴ്സിന് ഹെൽപ്പ് കിട്ടുന്ന, അതുപോലെ തന്നെ സ്ലോ ബോൾസ് ഗ്രിപ്പ് ചെയ്യുന്ന ഒരു സർഫസ് ആണ് നമ്മുടെ ഏകനാഥ് സ്റ്റേഡിയത്തിലേത്. എന്നാൽ ഈ സീസണിൽ കുറച്ചുകൂടി ഹൈ സ്കോറിംഗ് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മത്സരത്തിൽ യൂസ് ചെയ്യുക ഒരു റെഡ് സോയിൽ സർഫസ് ആയിരിക്കും. RCB അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. RCB ആണ് ഹോം ടീം. അതുകൊണ്ട് തന്നെ RCBയുടെ ആവശ്യപ്രകാരം ഒരു റെഡ് സോയിൽ സർഫസ് ആയിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു പേസും ക്യാരിയും ഒക്കെ ഈ ഒരു പിച്ചിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് ചൊല്ലിലേക്ക് വരുമ്പോൾ RCBയുടെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ ജേക്കബ് ബദലിനെ ഫിൽ സോൾട്ട് റീപ്ലേസ് ചെയ്യും. അതുപോലെ 1 ഡൗൺ മയങ്ക് അഗർവാൾ തന്നെ വരാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ കുറച്ച് ചേഞ്ചസ് ആണ് അവരുടെ നിരയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ടിങ്കറിങ് അവിടെ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായി 4 വിജയങ്ങൾക്ക് ശേഷം കളിക്കുന്ന മത്സരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിന്നിംഗ് കോമ്പിനേഷനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യമില്ല, ഫോഴ്സ്ഡ് ചേഞ്ചസ് അല്ലാതെ. ഇനി SRHന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവിസ് ഹെഡ് ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ട്രാവിസ് ഹെഡ് തിരിച്ച് ടീമിലെത്തും. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലാതിരുന്ന ജയ്ദേവ് ഉനദ്കട്ട് തിരികെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉനദ്കട്ടും ടീമിലെത്താൻ സാധ്യതയുണ്ട്. അല്ലാതെ അവിടെയും കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നില്ല. കഴിഞ്ഞ മത്സരത്തിലെ ഒരു വിജയത്തിന് ശേഷം, സെയിം ഗ്രൗണ്ടിൽ ഒരു വിജയത്തിന് ശേഷമാണ് SRH വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും കാര്യമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ RCBയുടെ കോച്ച് ആൻഡി ഫ്ലവറിന് വളരെ നന്നായിട്ട് അറിയാവുന്ന ഗ്രൗണ്ടാണ് ലക്നൌവിലേത്. RCBയിലേക്ക് വരുന്നതിന് മുൻപ് ആൻഡി ഫ്ലവർ LSGയുടെ കോച്ചായിരുന്നു. അത് മാത്രമല്ല കൃണാൽ പാണ്ഡ്യ നേരത്തെ LSGക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ കൃണാലിനും നന്നായിട്ട് അറിയാവുന്ന ഗ്രൗണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും RCBക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി, അതായത് ഗ്രൗണ്ടിനെ പറ്റി കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. RCB നിരയിൽ നിന്ന് വിരാട് കോഹ്ലി. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടെസ്റ്റ് റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തതിന് ശേഷം കളിക്കുന്ന ആദ്യത്തെ ഗെയിമാണ്. അത് മാത്രമല്ല എക്സലന്റ് ഫോമിലാണ്. തുടർച്ചയായി 4 50കൾക്ക് ശേഷമാണ് നമ്മുടെ വിരാട് കോഹ്ലി ഈ മത്സരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി ഈ മത്സരത്തിൽ എങ്ങനെ പെർഫോം ചെയ്യും, തുടർച്ചയായിട്ട് 5ാമത്തെ 50 അടിക്കുമോ എന്നുള്ള കാര്യം ഞാൻ കാത്തിരിക്കുന്നു. ഇനി SRH സൈഡിൽ നിന്ന് അഭിഷേക് ശർമ്മ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ LSGക്കെതിരെ നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസോടുകൂടി തന്റെ ടീമിനെ സെയിം ഗ്രൗണ്ടിൽ വിജയത്തിലെത്തിക്കാൻ അഭിഷേകിന് കഴിഞ്ഞു. അപ്പോൾ ഇന്നും അഭിഷേകിന് ആ ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാനാവുമോ എന്ന കാര്യം ഞാൻ കാത്തിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരം ആരായിരിക്കും വിജയിക്കുക? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരോ അതോ സൺറൈസേഴ്സ് ഹൈദരാബാദോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.